ഇസീനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് KFC ചിക്കനാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള KFC ചിക്കനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ 3/4 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്. വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കണം. ഇതിപ്പോൾ തുടയ്ക്കാതെ തന്നെ ഞാൻ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു പാകത്തിനുള്ള കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി ഇതിലും കുറച്ച് വലിപ്പത്തിലുള്ള കഷ്ണം വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ചെറുതായിട്ടൊന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കാൻ. ഇങ്ങനത്തെ ഫോർക്ക് കൊണ്ട് വരട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് കുത്തി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിക്കാനാണ്. എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ചിക്കൻ മസാലയും ഗരം മസാലയും കൂടി ചേർത്തിട്ടുള്ളതാണ്. അത് രണ്ടും കൂടി ചേർത്തത് 1 ടീസ്പൂണ്. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരച്ചത് 1 ടീസ്പൂണ്. ഒരു ചെറുനാരങ്ങര നീര്. ഇനി ഇതെല്ലാം കൂടിയിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മിയെടുക്കണം. എല്ലായിടത്തും നന്നായിട്ട് ചേർത്തെടുത്തിട്ടുണ്ട്. ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കരുത്. ആ നാരങ്ങയുടെ വെള്ളം മാത്രം മതി. ഇനി ഇതങ്ങനെ ഒരു 2 മണിക്കൂറെങ്കിലും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചുരുങ്ങിയതാണ് ഞാൻ പറഞ്ഞത്, ഒരു 2 മണിക്കൂറെങ്കിലും. എത്ര സമയം വെക്കാൻ പറ്റുന്ന അത്രയ്ക്കും നല്ലതാണ്. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ പുറത്താണെങ്കിലും. അപ്പോൾ ഞാനിതൊരു 2 മണിക്കൂർ ഒന്ന് അങ്ങനെ വെക്കട്ടെ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് കോൺഫ്ലവറാണ്, അതിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ പൊടിയിലേക്ക് ആവശ്യമായ കുരുമുളക്, ഒരു 1/2 ടീസ്പൂണ് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ തന്നെ വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചില്ല, ചിക്കൻ മസാലയും ഗരം മസാലയും കൂടി ചേർത്തത്. അതിൽ നിന്ന് വീണ്ടും ഈ പൊടിയിലേക്ക് ആവശ്യമായ ഒരു 1/4 ടീസ്പൂണ് ഇട്ട് കൊടുക്കുക. ഇനി ഈ പൊടിയിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക. നേരത്തെ ചിക്കനിലൊക്കെ ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്. ഇനി ഇതെല്ലാം അതൊന്ന് നന്നായിട്ട് ചേർത്തെടുക്കുക. ഇതിൽ ഞാനിപ്പോൾ മുളക് പൊടി ഈ പൊടിയിൽ ചേർക്കണില്ല, നേരത്തെ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. KFC ഒക്കെ ആകുമ്പോൾ കുറച്ച് എരിവ് കുറവിലാണ്, അപ്പോൾ ഇതിൽ ചേർക്കണില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് ചേർത്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ച ആ ചിക്കനിലേക്ക് ഈ കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുക. ഇനി പൊടികൾ എല്ലാതും ഇതിലിട്ടിട്ട് നന്നായിട്ട് ചേർത്തെടുക്കണം. ഈ കോഴിമുട്ടയും ഈ ചിക്കനും കൂടിയിട്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇങ്ങനെ തന്നെ ചേർത്തെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ആ പൊടിയും കോഴിമുട്ടയൊക്കെ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഓട്സിൽ ഒന്ന് മുക്കിയെടുത്തിട്ടാണ് വറക്കണത്. ഞാൻ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്. അത് കുറച്ചിങ്ങനെ വലുതായിട്ടാണല്ലോ, അപ്പോൾ അതിൽ മുക്കുമ്പോൾ എനിക്ക് ഒന്നും കൂടി തോന്നണത് ഇതൊന്ന് പൊടിച്ചിട്ട് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ പടനെ അങ്ങനെ മുക്കണില്ല, ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ ഓട്സിനെ ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കരുത് കേട്ടോ, കുറച്ചിങ്ങനെ ഒരു തരി വേണം. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പൊടിച്ചാൽ മതി. ഞാനിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് പൊടിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിരുന്നു തോന്നി. അത് കാരണമാണ് ഞാൻ പൊടിച്ചത്. ചെറുതായിട്ട് തരികളൊക്കെ ഉണ്ട് ഇതിൽ, തരി വേണം നമുക്ക്. അപ്പോൾ ഇങ്ങനെ മാത്രമായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി ഒരു വലിയ പാത്രത്തിലേക്ക് ഈ ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കനൊക്കെ ഓരോന്നും ഇതിലിങ്ങനെ മുക്കിയെടുക്കണം. എല്ലാ ഭാഗത്തും ഇങ്ങനെ മുക്കിയെടുക്കുക. അപ്പോൾ ഒരു കോട്ടിങ് പോലെ ആയല്ലോ. അപ്പോൾ അതെന്നാലും പൊടിച്ചാലും ഇതിൽ ഇഷ്ടം പോലെ തരികളുണ്ട്. പൊടിക്കാതിരുന്നാലേ വലിയ തരികളായിട്ട് നിൽക്കും. അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതാ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് മുഴുവനും ഇങ്ങനെ ചെയ്തെടുക്കാം. എല്ലാതും ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാൻ നോക്കാം. ഒരു കട്ടിയുള്ള പാത്രം വെച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി എണ്ണയൊന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഓരോ ചിക്കൻ്റെ പീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ അങ്ങനെ കുറച്ച് വെക്കൊന്നും വേണ്ട, ആ ലെവലിൽ തന്നെ ഇരുന്നോട്ടെ. ഇത് മുങ്ങാനുള്ള എണ്ണ വേണം കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തീ വല്ലാണ്ട് കൂട്ടി വയ്ക്കേണ്ട, ഒരേ ലെവലിൽ തന്നെ അങ്ങനെ കരിയിക്കാണ്ട്, അല്ലെങ്കിൽ ഉള്ളു വേവില്ല. അപ്പോൾ ഇതേ ലെവലിൽ തന്നെ അങ്ങനെ കിടന്നിട്ട് ഇനിയിപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശമൊക്കെ എല്ലാ ഭാഗവും ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇനി ഇത് കണ്ടാകും, അപ്പോൾ നല്ല പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാതും കോരി മാറ്റാം. ഇനി ഇത് ബാക്കിയുള്ളതും കൂടിയിട്ട് വറുത്ത് പോരാം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതും കൂടി കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ KFC ചിക്കൻ റെഡി ആയിട്ടുണ്ട്.
അതിൻ്റെ കൂടെ കഴിക്കാൻ സോസ് ഉണ്ട്. പിന്നെ ഞാനൊരു മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മയോണൈസിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മയോണൈസ് ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്